പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നേരത്തെ, അതായത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ആ പ്രോബ്ലംസ് ചെയ്യാൻ നേരത്തെ നമുക്ക് മാത്സിനെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൂട്ടണോ ആണോ വേണ്ട, കുറയ്ക്കുവാണോ, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ ഒക്കെ സൈനിന്റെ ഒക്കെ പ്രശ്നം മിക്ക കുട്ടികളും കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, ഞാനൊരു നമ്പർ എഴുതുവാണേ. 5 + 3. നോക്കുക, രണ്ടിന്റെയും സൈൻ നോക്കുക. 5ന് ഇവിടെ പോസിറ്റീവ് സൈൻ ആണ്, ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈൻ ആണ്. ഇത് ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം ഈ 3ക്ക് ഇവിടെയുള്ള സൈനും ഏത് തന്നെയാണ്, ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈൻ തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടിനും ഒരേ സൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട, അതായത് ജസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. പിന്നെ രണ്ടിന്റെയും സൈൻ ഏത് തന്നെയാണ്? പോസിറ്റീവ് ആണ്, അതായത് +8 ആണ്. +8 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ തന്നെ എഴുതാം? 8 എന്ന് തന്നെ നമുക്ക് എഴുതാം. അപ്പൊ രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുക. എന്ത് ചെയ്യണം? അവിടെ കൊടുത്തിരിക്കുന്ന രണ്ടിന്റെയും സൈൻ ഏതാണോ ആ സൈൻ അങ്ങ് ഇട്ടേക്കുക. ഇനി നെഗറ്റീവ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നോക്കാം. എന്താ നോക്കുക? -2 -2 -5. രണ്ടും ഒരേ സൈൻ ആണ്. രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ എന്ത് വരും? ആഡ് ചെയ്യുക. ഞാനിവിടെ പ്ലസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടും ഒരേ സൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ എത്ര വരും? 7 വരും, ഇല്ലേ? രണ്ടിന്റെയും സൈൻ മൈനസ് ആണ്, ആ സൈൻ ഇവിടെ ഇടുക. ഇനി അടുത്തത് നമുക്ക് നോക്കാം. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സൈൻ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നോക്കുക. അതേ 6 -3 നോക്കി. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് വലുതിന്റെ സൈൻ നമ്മൾ ഇടുക. വലുതിന്റെ സൈൻ ആണ് നമ്മൾ ഇടുന്നത്. എത്ര വരും? 3 വരും. ഇതിന് വലുതിന്റെ സൈൻ ഏതാണ്? പോസിറ്റീവ്. വലുത് ഇവിടെ ഏതാണ്? 6 അല്ലേ? അപ്പൊ 6ന്റെ സൈൻ ഏതാണ്? പോസിറ്റീവ് ആണ്. +3 തന്നെ. എന്താ നോക്കുക, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. -7. ഇനി ഇവിടെ പ്ലസ് വരിക. -7 +2 ആണെന്ന് വിചാരിച്ചു. കുറയ്ക്കുക. എന്നിട്ട് വലുതിന്റെ സൈൻ 5 ആണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ നമ്മളൊന്ന് ഓർത്തിരിക്കാം. ഇതാ ഒരു പ്ലസ് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ, സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്ലസ് സൈൻ തന്നെ ഇടുക. ഇനി രണ്ടും മൈനസ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടുത്തെ സൈൻ എന്തായിട്ട് മാറും? അത് പ്ലസ് ആയിട്ട് മാറും. ഇനി അടുത്തത് ഒന്ന് മൈനസും ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ, ഒന്ന് മൈനസ് ആണ് ഒന്ന് പ്ലസ് സൈൻ ആവുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അവിടുത്തെ സൈൻ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. ഈ ഒരു കേസിൽ വരുന്ന എക്സാമ്പിൾസ് നോക്കാം. 5 × 2. രണ്ടും ഒരേ സൈൻ ആണല്ലോ, പോസിറ്റീവ് സൈൻ തന്നെയാണ്. അപ്പൊ എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര വരും? 10 വരും. 10 വന്നിട്ട് സൈൻ ഏതാണ്? പ്ലസ് തന്നെയാണ് വരുന്നത്. -2 × -3 6 വരും. ദെൻ അവിടുത്തെ സൈൻ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. -4 +3 ആണ്. എത്രയാണ് വരുന്നത്? 12 ആണ് വരുന്നത്. എന്നിട്ട് ഏതാണ്? മൈനസ് സൈൻ ആണ് ഇടേണ്ടത്.